ഹലോ സ്റ്റുഡൻസ്, നമുക്ക് ഈ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മോഡ്യൂൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ളത് കാസ്റ്റിങ്ങിനെ പറ്റിയാണ്. ഇതാണ് ഫസ്റ്റ് മോഡ്യൂളിൻ്റെ സിലബസ്. അപ്പോൾ കാസ്റ്റിങ്ങിനെ പറ്റി മാത്രമാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സിലബസിൽ 5 മോഡ്യൂൾസ് ഉള്ളതിൽ ഫസ്റ്റ് മോഡ്യൂളിലാണ് ഏറ്റവും കൂടുതൽ പോർഷൻസ് വരുന്നത്. ബാക്കി മോഡ്യൂൾസ് എല്ലാം കമ്പാരിറ്റീവ്ലി കുറച്ച് പോർഷൻസേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മോഡ്യൂൾ കൂടുതൽ ടൈം എടുക്കും കവർ ചെയ്യാനായിട്ട്. നമുക്കെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഇതിൽ കാസ്റ്റിംഗ് എന്ന് പറയുന്ന ആ സംഭവത്തിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ വീഡിയോസ് ഞാൻ ആൾറെഡി നമ്മുടെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്തായിരുന്നു. അതായത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ BME എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, അതായത് BCME. അതിൽ അവസാനത്തെ മോഡ്യൂള് അതിൻ്റെ ആദ്യത്തെ ഒരു ടോപ്പിക്കാണ് ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്ന പോർഷൻ. ഇത് നിങ്ങൾ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലും വർക്ക് ചെയ്ത് കാണും. അതിൽ മൗൾഡ് ഉണ്ടാക്കി അവിടുത്തെ സാർമാർ കാണിച്ചു തന്നതാണ് എങ്ങനെയാണ് മൗൾഡ് ഉണ്ടാക്കണമെന്നൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളുടെ എല്ലാം ഇൻട്രൊഡക്ഷൻ വീഡിയോസ് BME എന്ന് പറയുന്ന സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു. അതെല്ലാം നിർബന്ധമായിട്ടും കാണുക. അത് ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്ന സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷനാണ്. അത് നമ്മുടെ ഈ സിലബസിലും ഉള്ള പോർഷൻസാണ്. നമ്മുടെ ഈ സിലബസിലും സാൻഡ് കാസ്റ്റിംഗ് പറയുന്നുണ്ട്, മെറ്റൽ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സാൻഡ് കാസ്റ്റിംഗ് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന ബേസായിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോസിലുള്ളത്. അപ്പോൾ ആ വീഡിയോസ് നിർബന്ധമായും കാണുക. അതിലുള്ള പോർഷൻസും നമുക്ക് എക്സാമിനുള്ളതാണ്. അപ്പോൾ ആ പോർഷൻസിൻ്റെ ആ വീഡിയോസിൻ്റെ സ്ലൈഡ്സാണ് ഞാൻ ആദ്യം ഇവിടെ ഇപ്പം കാണിക്കുന്നത്. ഇപ്പോൾ സാൻഡ് മൗൾഡിങ് പ്രൊസീജിയറുണ്ട്. ഇത് നിങ്ങൾ വർക്ക്ഷോപ്പിൽ വർക്കായിട്ടൊക്കെ ചെയ്ത് എക്സസൈസ് ആയിട്ടൊക്കെ എഴുതിയ സ്റ്റെപ്സ് ആയിരിക്കും. അതിൻ്റെ ഒരു പ്രൊസീജിയർ പോലെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സാൻഡ് മൗൾഡിങ് പ്രൊസീജിയർ എന്താണെന്ന്. ഈ സാൻഡ് മൗൾഡിങ് എന്ന് പറഞ്ഞാൽ സാൻഡ് ഉപയോഗിച്ച് മൗൾഡ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെയാണ് സാൻഡ് മൗൾഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാറ്റേൺ എന്ന് പറയുന്ന സംഭവം. ആ പാറ്റേൺ ഉപയോഗിച്ചാണ് ഈ മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഇത് മൗൾഡിംഗ് ഫ്ലാസ്ക് ആണ്. മൗൾഡിംഗ് ഫ്ലാസ്കിൻ്റെ മുകളിലത്തെ പോർഷനെ കോപ്പ് എന്ന് പറയും, താഴത്തെ പോർഷനെ ഡ്രാഗ് എന്ന് പറയും. ഇതിനെ മൗൾഡിംഗ് ഫ്ലാസ്ക് അല്ലെങ്കിൽ മൗൾഡിംഗ് ബോക്സ് എന്നൊക്കെ പറയും. ഇതാണ് മൗൾഡിംഗ് സാൻഡ്. ഇതിൻ്റെ അകത്ത് നിറയ്ക്കുന്ന ആ മണ്ണിനെയാണ് മൗൾഡിംഗ് സാൻഡ് എന്ന് പറയുന്നത്. മൗൾഡിംഗ് സാൻഡ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഇവിടെ മുറ്റത്ത് ഇറക്കുന്ന മണ്ണല്ല, മൗൾഡിങ്ങിന് വേണ്ടി പ്രത്യേകം പ്രിപ്പയർ ചെയ്തെടുക്കുന്ന മണ്ണാണ് ഉപയോഗിക്കുന്നത്. അതിന് മൗൾഡിംഗ് സാൻഡ് എന്ന് പറയും. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ആലപ്പുഴ ജില്ലകളിലെ ചില ഭാഗങ്ങളിലെല്ലാം കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് മണ്ണാണ് അത്. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ തന്നെ ഈ കാസ്റ്റിങ്ങിനുള്ള ഒരുപാട് ഇൻഡസ്ട്രീസൊക്കെ ഉണ്ട്. ഇപ്പോൾ കാസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ഒരുപാട് ഇൻഡസ്ട്രീസൊക്കെ ഉണ്ട്. അങ്ങനത്തെ ചില സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഉള്ള മണ്ണാണ് ഈ മൗൾഡിങ്ങിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാൻഡ് മൗൾഡിംഗ് പ്രൊസീജിയർ ഉണ്ട്. പിന്നെ ഇതാണ് പാറ്റേൺസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. ഇത് മൗൾഡിംഗ് ബോക്സ് അല്ലെങ്കിൽ മൗൾഡിംഗ് ഫ്ലാസ്ക് എന്ന് പറയുന്ന ആ ഒരു സംഭവം. പിന്നെ റൈസറും റണ്ണറും ഒക്കെ. പിന്നെ പാറ്റേൺ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് മെറ്റീരിയൽസ്, വുഡ്, മെറ്റൽ, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. ഇത് ഒരു 4-5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. പിന്നെ ടൈപ്സ് ഓഫ് മൗൾഡിങ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സാൻഡ് മൗൾഡ് എന്നത് ഇതും നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഒരു 4-5 മാർക്സിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഗ്രീൻ സാൻഡ് മൗൾഡിങ്, ഡ്രൈ സാൻഡ് മൗൾഡിങ്, സ്കിൻ ഡ്രൈഡ് സാൻഡ് മൗൾഡിങ്. ഇതെല്ലാം ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അതെല്ലാം കാണുക. പിന്നെ അഡ്വാൻറ്റേജ്, കാസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ് എല്ലാം നമ്മൾ കണ്ടു. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് മൗൾഡിംഗ് സാൻഡ്. മൗൾഡിംഗ് സാൻഡിന് വേണ്ട പ്രോപ്പർട്ടീസ് നമ്മൾ സാധാരണ കടപ്പുറത്ത് കാണുന്ന മണ്ണ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മുറ്റത്ത് കാണുന്ന മണ്ണ് ഉപയോഗിച്ചോ ഒന്നും മൗൾഡിംഗ് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അതിന് ഉപയോഗിക്കുന്ന മണ്ണിന് കുറച്ച് പ്രോപ്പർട്ടീസ് വേണം. ആ പ്രോപ്പർട്ടീസ് എക്സാമിന് ചോദിക്കും. ഒരു 4-5 മാർക്സിന് ചോദിക്കും. ഞാനിവിടെ വീഡിയോയിൽ ഒരു 8-7 പോയിൻറ്റ്സിനോളം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിർബന്ധമായും പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ പ്രോപ്പർട്ടീസ് ഓഫ് മൗൾഡിംഗ് സാൻഡ് എന്നത്. മൗൾഡിംഗ് സാൻഡിന് വേണ്ട റിക്വയർഡ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോസ് ഇനി കാണാൻ പോകുന്നത് എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ ഇനി പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇത് കാസ്റ്റിംഗ് ഡിഫക്ട്സ്. ഇതും നമ്മുടെ മോഡ്യൂളിലെ അവസാനത്തെ, ഈ ഫസ്റ്റ് മോഡ്യൂളിലെ അവസാനത്തെ ടോപ്പിക്കായിട്ട് വരുന്നതാണ് കാസ്റ്റിംഗ് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. ഇതൊരു 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഞാൻ കുറച്ച് ഡിഫക്ട്സ് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതിൽ കൂടുതൽ ഡിഫക്ട്സ് നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കിയാൽ കാണാൻ വെക്കും. അപ്പോൾ ടെക്സ്റ്റ് നോക്കി കാര്യമായിട്ട് ഫിഗേഴ്സൊക്കെ വരച്ച് നിങ്ങൾ കാസ്റ്റിംഗ് ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന് എഴുതുക. അപ്പോൾ ഞാനിവിടെ പോയിൻറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല, എഴുതാനുള്ള പോയിൻറ്റ്സ് ഒന്നും ഞാനിവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം ടെക്സ്റ്റ് നോക്കി നിങ്ങൾ കാര്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതെല്ലാം BME എന്ന് പറഞ്ഞ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇയർ തന്നെ പഠിച്ചതായിരിക്കും. പഠിച്ചതല്ല എങ്കിൽ ഞാൻ ഷെയർ ചെയ്ത വീഡിയോസ് കണ്ട് പഠിക്കുക. അപ്പം അതിനുശേഷം ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് മൗൾഡിംഗ് സാൻഡ്സ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഈ പഠിച്ചു തുടങ്ങുന്നത്. അതായത് നമ്മൾ ഈ സബ്ജക്റ്റിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നത്. ഇത്രയും ബാക്കിയുള്ള വീഡിയോസിലെല്ലാം പഠിച്ചത് നമ്മൾ ആൾറെഡി ഫസ്റ്റ് ഇയറിൽ BME എന്ന സബ്ജക്റ്റിൽ പഠിച്ച കാര്യങ്ങളാണ്. അതുകൂടാതെ അത് നമ്മുടെ സിലബസിലുണ്ട്. അതുകൂടാതെ നമ്മൾ പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇനി പഠിച്ചു തുടങ്ങിയാണ്. അതിലാദ്യത്തേതാണ് ഈ ടൈപ്സ് ഓഫ് മൗൾഡിംഗ് സാൻഡ് എന്നത്. അപ്പോൾ ഇത് മേ ബി 10 മാർക്സിന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ഒരു സംഭവമാണ് ടൈപ്സ് ഓഫ് മൗൾഡിംഗ് സാൻഡ്. അതായത് എന്തൊക്കെ ടൈപ്സ് ഓഫ് മൗൾഡിംഗ്
സാൻഡ് ഉപയോഗിക്കാറുണ്ട് ഈ മൗൾഡിങ്ങിന് വേണ്ടി, സാൻഡ് മൗൾഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മൗൾഡിങ് സാൻഡ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ കുത്തായിട്ട് കാണുന്ന അതാണ് മൗൾഡിങ് സാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ മൗൾഡിങ് സാൻഡ് ഉപയോഗിച്ചാണ് ഈ മൗൾഡിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ മൗൾഡ് ഉണ്ടാക്കാനായിട്ട് ഈ മൗൾഡിങ് സാൻഡ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി പ്രിപ്പയർ ചെയ്ത കുറച്ച് അഡിറ്റീവ്സും കെമിക്കൽസും ഒക്കെ ആഡ് ചെയ്ത് സ്പെഷ്യലി പ്രിപ്പയർ ചെയ്ത സാൻഡാണ് ഈ മൗൾഡിങ് സാൻഡ് എന്ന് അറിയപ്പെടുന്നത്. ഈ കാണുന്ന സാൻഡ് മാത്രമല്ല, വേറെയും സാൻഡ് ഈ മൗൾഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വേറെ പല സ്ഥലത്തായിട്ടൊക്കെ ഈ സാൻഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാൻഡാണ് നമ്മുടെ മൗൾഡിങ്ങിന് വേണ്ടി, മൗൾഡിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ സ്ലൈഡ്സിൽ കുറച്ച് പോയിൻറ്റ്സ് വെച്ച് ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഓരോ ടൈപ്സ് ഓഫ് മൗൾഡിങ് സാൻഡും 2-3 പോയിൻറ്റ്സ് വെച്ച് ഞാൻ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെ 2-3 പോയിൻറ്റ്സ് എഴുതിയാൽ പോരാ, കുറച്ചും കൂടെ പോയിൻറ്റ്സ് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. ടെക്സ്റ്റിലുള്ള എല്ലാ പോയിൻറ്റ്സും കൂടെ PPTയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ പോയിൻറ്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തില്ല. പക്ഷേ ബാക്കിയുള്ള പോയിൻറ്റ്സ് നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിക്കുക എന്നുള്ള കൺസെപ്റ്റിലായിരിക്കും ഞാൻ ബാക്കി പഠിപ്പിക്കുന്നത്. അപ്പോൾ നോക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രീൻ സാൻഡ് എന്താണെന്നും ഡ്രൈ സാൻഡ് എന്താണെന്നും നമുക്ക് പഠിച്ചു തുടങ്ങാം. ഗ്രീൻ സാൻഡാണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാൻഡ് എന്ന് പറയുന്നത്. ഗ്രീൻ സാൻഡ് എന്നറിയപ്പെടുന്ന സാൻഡാണ്. അതായത് നമ്മളിവിടെ ഇപ്പം ഈ പ്രൊസീജിയറിൽ കാണുമ്പോൾ ഇവിടെ ആദ്യം നമ്മൾ മൗൾഡിങ് ഫ്ലാസ്കിനെ, ഈ ഡ്രാഗ് എന്ന് പറയുന്ന മൗൾഡിങ് ഫ്ലാസ്കിനെ ഇൻവേർട്ട് ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് പാറ്റേണിനെ ഇൻവേർട്ട് ചെയ്ത് വയ്ക്കുന്നു. ഡ്രാഗ് എന്ന് പറയുന്ന ബോക്സിൽ വയ്ക്കാനുള്ള പാറ്റേണിനെ ഇൻവേർട്ട് ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ടാണ് ഇതിൻ്റെ അകത്ത് സാൻഡ് ഫില്ല് ചെയ്യുന്നത്. സാൻഡ് ഫില്ല് ചെയ്ത് യൂണിഫോം ഡെൻസിറ്റിയിൽ അതിനെ റാം ചെയ്തെടുക്കും. അപ്പോൾ ഈ റാം ചെയ്തെടുക്കുന്ന ആ സാൻഡാണ് സത്യം പറഞ്ഞാൽ ഈ മൗൾഡിങ് സാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഈ സാൻഡ് നിങ്ങൾ ഈ ഒരു വർക്ക് തന്നെ നിങ്ങൾ വർക്ക്ഷോപ്പിൽ ചെയ്തതാണ്. അപ്പോൾ വർക്ക്ഷോപ്പിൽ നിങ്ങൾ മണ്ണിനെ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്തിട്ട് അതിനെ മിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഫ്ലാസ്കിലോട്ട് ഫില്ല് ചെയ്യുന്നത്. അപ്പം വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഈ ഫ്ലാസ്കിലോട്ട് ഫില്ല് ചെയ്യുന്ന ആ മണ്ണിനെയാണ് ഗ്രീൻ സാൻഡ് എന്ന് പറയുന്നത്. അതായത് മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള സാൻഡിനെ, മൗൾഡിങ് സാൻഡിനെയാണ് ഗ്രീൻ സാൻഡ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ സാൻഡ് എന്ന് പറഞ്ഞാൽ പച്ച കളറിലുള്ള മണ്ണ് എന്ന് നിങ്ങൾ കരുതി കളയരുത്. മോയ്സ്ചർ കണ്ടൻറ്റിനെയാണ് ഈ ഗ്രീൻ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള സാൻഡിനെയാണ് ഗ്രീൻ സാൻഡ് എന്ന് പറയുന്നത്. സാൻഡ് ഇൻ മോയ്സ്റ്റ് കണ്ടീഷൻ ഈസ് ടേംഡ് ആസ് ഗ്രീൻ സാൻഡ്. അപ്പോൾ ഈ മൗൾഡിങ് സാൻഡിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് പോയിൻറ്റ്സ് ശ്രദ്ധിച്ച് വയ്ക്കുക. 20-30% ക്ലേ ആ സാൻഡിലുണ്ടായിരിക്കും. അതിൻ്റെ ബേസ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സിലിക്ക സാൻഡ് ആയിരിക്കും. ആ സിലിക്ക സാൻഡിൻ്റെ അകത്ത് 20-30% ക്ലേയും കൂടെ കാണും. അതിൻ്റെ കൂടെ 5-10% വാട്ടറും കൂടെ കാണും. അപ്പം നിങ്ങളവിടെ ഈ സിലിക്ക സാൻഡിൽ ഈ ക്ലേ ഒക്കെ കറക്റ്റ് പ്രപ്പോർഷനിൽ മിക്സ് ചെയ്ത സാൻഡായിരിക്കും നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ ഉള്ളത്. അതിൽ നമ്മൾ വാട്ടർ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടായിരിക്കും ബോക്സിലോട്ട് നിറയ്ക്കുന്നത്. അപ്പോൾ ആ സാൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സിലിക്ക സാൻഡിൻ്റെ കൂടെ 20-30% ക്ലേയും കൂടെ കാണും. അതിൽ 5-10% വാട്ടറും കൂടെ കാണും. അപ്പോഴാണ് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ സാൻഡിനെയാണ് ഗ്രീൻ സാൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു പർട്ടിക്കുലർ സാൻഡ് സാധാരണ ഉപയോഗിക്കുന്ന ചെറിയ കാസ്റ്റിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ, സ്മോൾ ആൻഡ് സിമ്പിളായിട്ടുള്ള ചെറിയ കാസ്റ്റിങ്സ് ഉണ്ടാക്കാനും, അതുപോലെ തന്നെ സ്മോൾ ആൻഡ് മീഡിയം ടൈപ്പ് കാസ്റ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ ഗ്രീൻ സാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം അവിടെ നമ്മൾ ഉപയോഗിച്ച പാറ്റേൺ എന്ന് പറയുന്നത് വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള പാറ്റേൺസ് ഒക്കെയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലോ അല്ലെങ്കിൽ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിലോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധാരണ രീതിയിലുള്ള ഒരു മൗൾഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഗ്രീൻ സാൻഡ് എന്ന് പറയുന്നത്. അപ്പം സ്മോൾ അല്ലെങ്കിൽ മീഡിയം സൈസ്ഡ് കാസ്റ്റിങ്, സിമ്പിൾ സൈസിലുള്ള അല്ലെങ്കിൽ സിമ്പിൾ ഷേപ്പിലുള്ള പാറ്റേൺസ് ഒക്കെ ഉപയോഗിച്ച് മൗൾഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ ഗ്രീൻ സാൻഡ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സാൻഡ് ഉപയോഗിക്കുന്നത്. ഇതേ ഗ്രീൻ സാൻഡ് ഉപയോഗിച്ച് നമ്മൾ മൗൾഡ് ഉണ്ടാക്കിയെടുക്കുന്നു. ഈ പ്രൊസീജിയറിലൂടെ നമ്മൾ മൗൾഡ് ഉണ്ടാക്കിയെടുക്കുന്നു. മൗൾഡ് ഉണ്ടാക്കി എടുത്തിട്ട് സത്യം പറഞ്ഞാൽ മൗൾഡ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ആ മോൾട്ടൺ മെറ്റലിനെ നമ്മൾ പോർ ചെയ്ത് കൊടുക്കുന്നത്. അതായത് മോൾട്ടൺ മെറ്റലിനെ ഈ ഒരു പോറിംഗ് ബേസിൻ വഴി, ഈ ഒരു ഹോൾ വഴി മോൾട്ടൺ മെറ്റലിനെ ഒഴിച്ചു കൊടുക്കുന്നു. അത് മോൾട്ടൺ മെറ്റൽ ഇവിടെ വന്ന് വീണിട്ട് വളരെ സ്മൂത്തായിട്ട് ഈ മോൾഡിലോട്ട് ഒഴുകിയെത്തുന്നു. അപ്പോൾ ഇവിടെ വന്ന് വീണ് ഇതിനെ പോറിംഗ് ബേസിൻ എന്നാണ് പറയുന്നത്. ഈ ഒരു ഏരിയയാണ് പോറിംഗ് ബേസിൻ എന്ന് പറയുന്നത്. കുറച്ച് ആംഗിളായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഓപ്പണിംഗ് വലുതാക്കാനായിട്ട് കുറച്ച് ആംഗിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനാണ് പോറിംഗ് ബേസിൻ എന്ന് പറയുന്നത്. ഈ വെർട്ടിക്കലായിട്ടുള്ള ഹോളിനെ സ്പ്രൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്പ്രൂ എന്ന് പറയുന്ന വെർട്ടിക്കലായിട്ട് ഹോൾ വഴിയാണ് മോൾട്ടൺ മെറ്റൽ താഴോട്ടെത്തുന്നത്. താഴോട്ടെത്തി ഈ ഒരു ലൈനിലെത്തും. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ പാർട്ടിംഗ് ലൈൻ എന്നാണ്. ഈ പാർട്ടിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് മൗൾഡ് ബോക്സിന് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സെക്ഷനെയാണ്, ആ ഒരു പോർഷനെയാണ് പാർട്ടിംഗ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർട്ടിംഗ് ലൈൻ എന്ന് പറയുന്ന ആ പോർഷൻ വരെ എത്തും. ഇവിടെ വെച്ച് ചെറിയൊരു പ്രൊജക്റ്റ് ചെയ്ത ഭാഗമുണ്ട്, കുറച്ച് കുഴിഞ്ഞ് ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നിന്ന് ഈ മൗൾഡിലോട്ട് വളരെ സ്മൂത്തായിട്ട് സ്ലോ ആയിട്ടായിരിക്കും മോൾട്ടൺ മെറ്റൽ ഒഴുകിയെത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പാസേജിനെയാണ് ഗേറ്റ് എന്ന് പറയുന്നത്. ഈ ഹൊറിസോണ്ടൽ പാസേജിനെയാണ് ഗേറ്റ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ പാസേജ് നമ്മൾ സ്ക്രൂ എന്ന് പറയുമ്പം ഹൊറിസോണ്ടൽ പാസേജിന് ഗേറ്റ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒഴുകിയെത്തിയാണ് ഈ മൗൾഡ് ഫില്ല് ചെയ്തിട്ട് ഈ മോൾട്ടൺ മെറ്റൽ, എക്സസൈറ്റ് വരുന്ന മോൾട്ടൺ മെറ്റൽ ഈ റൈസർ എന്ന് പറയുന്ന ഹോൾ വഴി പുറത്തോട്ട് പൊങ്ങി വരുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തോട്ട് പൊങ്ങി വരുന്ന കാണുമ്പോൾ തന്നെ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും.
അപ്പോൾ ഇങ്ങനെയാണ് ഈ മോൾഡ് ഈ കാസ്റ്റിംഗ് ഉണ്ടാക്കി എടുക്കുന്നത്. എന്നിട്ട് സോൾട്ടിഫൈ ചെയ്യാനായിട്ട് വയ്ക്കും. എന്നിട്ട് ഇതിനെ തല്ലി പൊട്ടിച്ചെടുത്തായിരിക്കും ആ കാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രീൻ സാൻഡ് ഉപയോഗിച്ച്, അതായത് മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള സാൻഡ് ഉപയോഗിച്ച് നമ്മൾ മോൾഡ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ ആ മോൾട്ടൻ മെറ്റലിനെ ഒഴിക്കുന്നില്ല, പകരം അതിനെ കുറച്ച് നേരം ഇങ്ങനെ തന്നെ വച്ചിരിക്കുന്നു. ആ മോൾഡിനെ ഒന്നും ചെയ്യാതെ വെറുതെ വച്ചിരിക്കും. ഒന്നുകിൽ വെറുതെ കുറച്ച് നേരം വച്ചിരിക്കും, കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ മേ ബി 2 or 3 hours വെറുതെ വച്ചിരിക്കും. അതല്ല എങ്കിൽ അതിനെ ചൂടാക്കും. എന്ന വലിയ ഓവൻസ് കാണും ഈ ഇൻഡസ്ട്രീസിൽ, ആ ഓവൻസിൻ്റെ അകത്ത് വെച്ച് ഇതിനെ ചൂടാക്കും. അപ്പോൾ ഒന്നുകിൽ 2 or 3 മണിക്കൂർ അതിനെ വെറുതെ വെച്ചിരിക്കുമ്പോൾ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് അങ്ങ് നഷ്ടപ്പെടും. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഈ സാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ സാൻഡാണ്, അതായത് മോയ്സ്ചർ കണ്ടൻറ്റുള്ള സാൻഡാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ അത് ഒരു 2-3 മണിക്കൂർ വെറുതെ വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് അങ്ങ് ഇവാപ്പറേറ്റ് ചെയ്ത് നഷ്ടപ്പെടും. അതല്ലെങ്കിൽ 2-3 മണിക്കൂർ വെച്ചിരിക്കേണ്ട പകരം ഒരു 5-10 മിനിറ്റ് വലിയ ഓവൻസിൽ, ഇൻഡസ്ട്രിയൽ ഓവൻസ് ഉണ്ട്, വലിയ ഓവൻസിൽ കൊണ്ട് വച്ച് ബേക്ക് ചെയ്ത് വേണമെങ്കിൽ എടുക്കുക. അതായത് ചൂട് അപ്ലൈ ചെയ്യണം. അങ്ങനെ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോഴും ഇതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ അങ്ങ് നഷ്ടപ്പെടുന്നു. അങ്ങനെ മോയ്സ്ചർ നഷ്ടപ്പെട്ട് കഴിഞ്ഞ ആ ഒരു അവസ്ഥയാണ്, ആ ഒരു സ്റ്റേറ്റിനെയാണ് ഈ ഡ്രൈ സാൻഡ് എന്ന് പറയുന്നത്. അതായത് ഗ്രീൻ സാൻഡ് ഉപയോഗിച്ച് നമ്മൾ മോൾഡ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഒന്നുകിൽ അതിനെ വെറുതെ ഒരു 2-3 മണിക്കൂർ വച്ചിരിക്കുകയാണെങ്കിൽ അതിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അതല്ല എങ്കിൽ അതിനെ ഹീറ്റ് അപ്ലൈ ചെയ്ത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിലും ഒരു 5-10 മിനിറ്റ് കൊണ്ട് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് അങ്ങ് നഷ്ടപ്പെടുന്നു. അങ്ങനെ മോയ്സ്ചർ കണ്ടൻറ്റ് നഷ്ടപ്പെട്ട ആ ഒരു അവസ്ഥയാണ് ഈ ഡ്രൈ സാൻഡ് എന്ന് പറയുന്നത്. അതായത് മോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മോൾഡിനെ ഡ്രൈ സാൻഡ് മോൾഡ് എന്നായിരിക്കും പറയുന്നത്. അതായത് അതിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കാണത്തില്ല. അപ്പോൾ ആ ഒരു രൂപത്തിലുള്ള ആ ഒരു മോൾഡ് സാൻഡിനെയാണ് ഡ്രൈ സാൻഡ് എന്ന് പറയുന്നത്, മോയ്സ്ചർ കണ്ടൻറ്റ് നഷ്ടപ്പെട്ട ഗ്രീൻ സാൻഡിന്. ശ്രദ്ധിക്കുക, നമ്മൾ മോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിനെ ഒന്നെങ്കിൽ വെറുതെ വയ്ക്കും, അല്ലെങ്കിൽ ഈ ഓവനിൽ, വലിയ ഓവൻസിൽ വെച്ച് അതിനെ ചൂടാക്കി മോയ്സ്ചർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യും. അതായത് ആ മോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളങ്ങനെ ചെയ്യും. അല്ലാതെ ഈ സാൻഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടല്ല നമ്മൾ അതിനെ ചൂടാക്കി അതിനെ ഡ്രൈ സാൻഡ് ആക്കുന്നത്. മോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കും, എന്നിട്ട് അതിനെ ചൂടാക്കി അല്ലെങ്കിൽ വെറുതെ വെച്ച് അതിൽ നിന്നുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിനെ ഡ്രൈ സാൻഡ് മോൾഡ് എന്ന് പറയും. അപ്പോൾ ഈ ഡ്രൈ സാൻഡ് മോൾഡ് അല്ലെങ്കിൽ ഡ്രൈ സാൻഡ് ഉപയോഗിക്കുന്ന ഡ്രൈ സാൻഡിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. മോയ്സ്ചർ കണ്ടൻറ്റുള്ള മോൾഡിന് അത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടായിരിക്കത്തില്ല. അതേസമയം ഡ്രൈ കണ്ടീഷനുള്ള മോൾഡാണ് അതിന് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും, കൂടുതൽ റിജിഡിറ്റി ഉണ്ടായിരിക്കും, തെർമൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഈ ഡ്രൈ സാൻഡ് എന്ന് പറയുന്ന ആ അവസ്ഥയിലുള്ള മൗൾഡിന് ഉണ്ട്. അപ്പം ഈ സംഭവം സാധാരണ ഉപയോഗിക്കുന്ന ലാർജ് ആൻഡ് ഹെവി കാസ്റ്റിങ്സിന് വേണ്ടിയാണ്. നമ്മൾ ഗ്രീൻ സാൻഡ് മോൾഡ് സാധാരണ ഉപയോഗിക്കുന്ന സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് കാസ്റ്റിങ്സിനാണെങ്കിൽ, വളരെ വലിയ കാസ്റ്റിംഗ് ഒക്കെ ഉണ്ടാക്കുന്നുവെങ്കിൽ അതിനെ ഡ്രൈ സാൻഡ് മോൾഡാണ് ഉപയോഗിക്കുന്നത്. സംഭവം ഇപ്പം വലിയ ലാർജ് ആൻഡ് ഹെവി കാസ്റ്റിങ്സ് ഒക്കെയാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഈ ഗ്രീൻ സാൻഡ് കണ്ടീഷനിലാണ് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ചിലപ്പം ആ മോൾഡ് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ചൂടാക്കി ഈ ഡ്രൈ കണ്ടീഷനിലാക്കും. അങ്ങനെ ഡ്രൈ കണ്ടീഷനിലാക്കുമ്പോഴേക്കും അതിൻ്റെ സ്ട്രെങ്ത് കുറച്ച് ഇമ്പ്രൂവ് ആകും. എന്നിട്ടായിരിക്കും മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ലാർജ് കാസ്റ്റിംഗ് ഒക്കെ ഉണ്ടാക്കുന്നുവെങ്കിൽ നമ്മൾ ഗ്രീൻ സാൻഡ്, അതായത് മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള ആ മോൾഡിലേക്ക് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കത്തില്ല, പകരം അതിനെ ചൂടാക്കി മോയ്സ്ചർ കണ്ടൻ്റിൽ റിമൂവ് ചെയ്ത് ഒരു ഡ്രൈ കണ്ടീഷനിലാക്കിയിട്ടായിരിക്കും മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്ത് വലിയ കാസ്റ്റിംഗ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗ്രീൻ സാൻഡിൽ മോയ്സ്ചർ കണ്ടന്റ് നഷ്ടപ്പെട്ട ആ സാൻഡിൻ്റെ ആ ഒരു അവസ്ഥയാണ് ഡ്രൈ സാൻഡ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, മോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിനെ ഒന്നീ വെറുതെ വയ്ക്കും, അല്ലെങ്കിൽ അതിനെ ചൂടാക്കി മോയ്സ്ചർ റിമൂവ് ചെയ്യുമ്പോഴാണ് ആ ഡ്രൈ സാൻഡ് മോൾഡ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം അതിലുള്ള സാൻഡിനാണ് നമ്മൾ ഡ്രൈ സാൻഡ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് മിക്സ് ചെയ്തുള്ള ഗ്രീൻ സാൻഡിനെ വെറുതെ വെച്ചിട്ടല്ല ഈ ഡ്രൈ സാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. മോൾഡ് ഉണ്ടാക്കിയെടുക്കും, എന്നിട്ട് ആയിരിക്കും നമ്മൾ അതിനെ ചൂടാക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഗ്രീൻ സാൻഡും ഡ്രൈ സാൻഡും എന്ന് പറയുന്നത്. അടുത്ത ഒന്നാണ് ഈ കോർ സാൻഡ് എന്ന് പറയുന്ന സംഭവം. ഈ കോർ സാൻഡ് എന്ന് പറഞ്ഞാൽ കോർ എന്ന് പറയുന്ന ആ ഒരു സംഭവമുണ്ട്. ആ കോർ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത 2 വീഡിയോ കഴിയുമ്പം കോറിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ആ കോർ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാൻഡിനെയാണ് കോർ സാൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സാധാരണ മൗൾഡിങ് സാൻഡിനെക്കാളും കുറച്ചും കൂടെ സ്ട്രെങ്ത് ഒക്കെ ഉള്ള, അതായത് കുറച്ചും കൂടെ റീഫ്രാക്റ്റൻസ് ഉള്ള, കുറച്ചും കൂടെ കൊളാപ്സിബിലിറ്റി കൂടിയ സാൻഡിനെയാണ് കോർ സാൻഡ് എന്ന് പറയുന്നത്. ഈ റീഫ്രാക്ടറിനെസ് എന്താണെന്ന് വെച്ചാൽ അതൊരു സാൻഡിൻ്റെ, മൗൾഡിങ് സാൻഡിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ആൾറെഡി ഷെയർ ചെയ്ത വീഡിയോസിൻ്റെ അകത്ത് പ്രോപ്പർട്ടീസ് ഓഫ് മൗൾഡിങ് സാൻഡ് ഉണ്ടായിരുന്നു. അതിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് റീഫ്രാക്ടറിനെസ്സും പിന്നെ കൊളാപ്സിബിലിറ്റി എന്നത്. റീഫ്രാക്ടറിനെസ് എന്ന് പറഞ്ഞാൽ ചൂടിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള, മോൾട്ടൺ മെറ്റലിൻ്റെ ചൂടിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ് റീഫ്രാക്ടറിനെസ് എന്ന് പറയുന്നത്. കൊളാപ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കഴിഞ്ഞു അതിനെ സോൾട്ടിഫൈ ചെയ്തതിന് ശേഷം ആ മൗൾഡിനെ പൊട്ടിച്ചിട്ടാണ്
നമ്മൾ ആ കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈസി ആയിട്ട് അത് പൊട്ടി ഇങ്ങനെ വേണം, ഈസി ആയിട്ട് പൊളന്ന് ഇങ്ങ് വരണം. അതല്ലാതെ കോൺക്രീറ്റിൻ്റെ അത്രത്തോളം സ്ട്രെങ്തിലൊന്നും അതിരിക്കാൻ പാടില്ല. മോൾഡ് വളരെ ഈസി ആയിട്ട് പൊട്ടി അതിൽ നമുക്ക് കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കാനായിട്ട് സാധിക്കണം. അതിനാണ് ഈ ഹൈ കൊളാപ്സിബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഹൈ റീഫ്രാക്റ്റീവ്നെസ്സും ഹൈ കൊളാപ്സിബിലിറ്റിയും ഉള്ള ഒരു സ്പെഷ്യലി പ്രിപ്പയർഡ് മൗൾഡിങ് സാൻഡിൻ്റെയാണ് കോർ സാൻഡ് എന്ന് പറയുന്നത്. ഈ കോർ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കേണ്ട കാസ്റ്റിങ്സിൽ ഹോളൊക്കെ ഉണ്ട് എങ്കിൽ കോർ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ മൗഡിൽ ഉപയോഗിക്കും. കോർ എന്ന് പറയുന്ന സംഭവം മൗഡിലോട്ട് ഇറക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ മോൾട്ടൺ മെറ്റലിനെ ഒഴിച്ചു കൊടുക്കുന്നത്. അത് കാസ്റ്റിങ്ങിൻ്റെ അകത്ത് ഹോൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിലാണ് ഈ കോർ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. ആ കോർ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാൻഡിനെയാണ് കോർ സാൻഡ് എന്ന് പറയുന്നത്. ഈ കോർ എന്ന് പറയുന്ന സംഭവത്തെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയൊരു വീഡിയോയിൽ പഠിക്കും. ഒന്ന് അടുത്ത വീഡിയോ, അത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോ കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയിൽ കോർ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ വരും. നമുക്ക് സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കോറിനെ പറ്റി. അപ്പം എന്താണ് കോർ എന്ന് നമുക്ക് പറയാം. അടുത്തൊരു സാൻഡാണ് പാർട്ടിങ് സാൻഡ് എന്ന് പറയുന്നത്. ഈ പാർട്ടിങ് സാൻഡ് എന്ന് പറഞ്ഞാൽ അഡ്ഹസീവ്നെസ്സോ കൊഹസീവ്നെസ്സോ ഇല്ലാത്ത മണ്ണിനെയാണ് പാർട്ടിങ് സാൻഡ് എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആദ്യം ഡ്രാഗ് എന്ന് പറയുന്ന മൗൾഡിംഗ് ബോക്സിനെ ഇൻവെർട്ട് ചെയ്ത് വയ്ക്കുന്നു, ഈ പാറ്റേണിനെ ഇൻവെർട്ട് ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് യൂണിഫോം ഡെൻസിറ്റിയിൽ സാൻഡിനെ ഫില്ല് ചെയ്ത് റാമൊക്കെ ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഈ ബോക്സിനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് അടുത്ത മൗൾഡിംഗ് ബോക്സ് എടുത്ത് വയ്ക്കുന്നു, ഈ കോപ്പ് എന്ന് പറയുന്ന മൗൾഡിംഗ് ബോക്സ് എടുത്ത് വയ്ക്കുന്നു. എന്നിട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് ഈ രണ്ടാമത്തെ മുകളിൽ വെച്ചിരുന്ന മൗൾഡിംഗ് ബോക്സിലോട്ട് സാൻഡ് ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ സാൻഡ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ മൗൾഡിംഗ് ബോക്സിലുള്ള സാൻഡും ഇതിൽ മൗൾഡിംഗ് ബോക്സിൽ വരുന്ന സാൻഡും കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ പാടില്ല. രണ്ടും കൂടെ മിക്സ് ആയി പോകാൻ പാടില്ല, ഒട്ടിപ്പിടിച്ചിരിക്കാൻ പാടില്ല. രണ്ടും രണ്ട് സെറ്റായിട്ട് തന്നെ ഇരിക്കണം. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇത് രണ്ട് മൗൾഡിംഗ് ബോക്സിലും സാൻഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഇടയ്ക്ക് ഇവിടെ പാർട്ടിംഗ് ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് അത് ഈ മൗൾഡിംഗ് സാൻഡിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലൈൻ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഫ്ലാസ്കിലുള്ള മൗൾഡിംഗ് സാൻഡും ഈ ഫ്ലാസ്കിലുള്ള മൗൾഡിംഗ് സാൻഡും തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ പാടില്ല, സ്റ്റിക്ക് ചെയ്തിരിക്കാൻ പാടില്ല. കാരണം ഈ മുകളിലത്തെ ഫ്ലാസ്കിനെ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് മാറ്റാനുള്ളതാണ്. അങ്ങനെ മുകളിലത്തെ ഫ്ലാസ്കിനെ ഈസി ആയിട്ട് എടുത്ത് മാറ്റുന്ന സമയത്ത് ഈ മണ്ണുമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാൻ പാടില്ല. അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ ഈ ഒരു മൗൾഡിംഗ് ഫ്ലാസ്ക്, ആദ്യത്തെ മൗൾഡിംഗ് ഫ്ലാസ്ക് സാൻഡ് ഫില്ല് ചെയ്തെല്ലാം കറക്റ്റാക്കി വെച്ചിട്ട് അടുത്ത മൗൾഡിംഗ് ഫ്ലാസ്ക് വയ്ക്കുന്നു. എന്നതിന് ശേഷം ഈ പാർട്ടിംഗ് സാൻഡ് എന്ന് പറയുന്ന ആ സാൻഡിനെ ഇതിൻ്റെ പുറത്തായിട്ട് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കും, ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. അതായത് ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെറിയൊരു ലെയർ പോലെ, വളരെ ചെറിയൊരു ലെയർ പോലെ ആ പാർട്ടിംഗ് സാൻഡ് ഈ സാൻഡിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കും, അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിംഗ് സാൻഡ് എന്ന് പറഞ്ഞാൽ ആ സാൻഡിന് കോഹസീവ്നെസ്സോ അഡ്ഹസീവ്നെസ്സോ ഇല്ല. അതിൻ്റെ ഗ്രെയിൻസ് തമ്മിലും ഒട്ടിപ്പിടിക്കത്തില്ല, അതിൻ്റെ ഗ്രെയിൻസിൽ വേറെ സാൻഡ് പാർട്ടിക്കിൾസ് ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയുള്ള സാൻഡാണ് ഈ പാർട്ടിംഗ് സാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർട്ടിംഗ് സാൻഡിൻ്റെ ഒരു ലെയർ ഇതിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ടായിരിക്കും നമ്മൾ അടുത്ത ഫ്ലാസ്കിലുള്ള സാൻഡ് ഇതിൻ്റെ അകത്ത് ഈ സാൻഡ് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഈ പാർട്ടിംഗ് സാൻഡ് ഇതിന് രണ്ടിൻ്റെ ഇടയിൽ ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സാൻഡും കൂടെ ഒട്ടിപ്പിടിക്കുന്നില്ല. അങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു ലെയർ ഓഫ് സാൻഡിനെയാണ് പാർട്ടിംഗ് സാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അഡ്ഹസീവ്നെസ് കോഹസീവ്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് ഒന്നും കാണത്തില്ല. അപ്പോൾ ഈ സാൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്യുവർലി ക്ലേ ഫ്രീ ആയിട്ടുള്ള സിലിക്ക സാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ ക്ലീൻ ചെയ്ത അഴുക്കോ ഡസ്റ്റ് പാർട്ടിക്കിൾസോ ഡേർട്ടോ ഒന്നും ഇല്ലാത്ത നല്ല ക്ലിയർ ആയിട്ടുള്ള ക്ലേ ഫ്രീ ആയിട്ടുള്ള സിലിക്ക സാൻഡാണ് ഈ പാർട്ടിംഗ് സാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രെയിൻസ് എന്ന് പറയുന്നത് തമ്മിലും ഒട്ടിപ്പിടിക്കത്തില്ല, അത് മറ്റ് സാൻഡ് പാർട്ടിക്കിൾസുമായിട്ട് ഒട്ടിപ്പിടിക്കത്തില്ല. അങ്ങനത്തെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള വളരെ ക്ലീൻ ആയിട്ടുള്ള സ്പെഷ്യലി പ്രിപ്പയർ ചെയ്ത സാൻഡിനെയാണ് പാർട്ടിംഗ് സാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലേ കണ്ടൻറ്റ് ആ സാൻഡിൽ കാണത്തില്ല. സിലിക്ക സാൻഡ് തന്നെയായിരിക്കും, പക്ഷേ ക്ലേ കണ്ടൻറ്റ് കാണത്തില്ല. നമുക്ക് കാണുമ്പം നല്ല വൈറ്റ് കളറിലായിരിക്കും ഈ പാർട്ടിംഗ് സാൻഡ് ഇരിക്കുന്നത്. അതാണ് പാർട്ടിംഗ് സാൻഡ് എന്ന സംഭവം. അടുത്തതാണ് നമ്മുടെ ഫേസിംഗ് സാൻഡ് എന്ന് പറയുന്ന സാൻഡ്. ഈ ഫേസിംഗ് സാൻഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഉപയോഗിക്കുന്ന വളരെ ലാർജ് കാസ്റ്റിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമയത്താണ് നമ്മൾ ഈ ഫേസിംഗ് സാൻഡ് ഉപയോഗിക്കുന്നത്. വളരെ ലാർജ് കാസ്റ്റിങ്സ് ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അതേ സൈസിലുള്ള വളരെ ലാർജ് പാറ്റേൺസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ ലാർജ് പാറ്റേൺസ് ഉപയോഗിക്കുമ്പോൾ അത് വയ്ക്കാനുള്ള മൗൾഡിംഗ് ബോക്സ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ മൗൾഡിംഗ് ബോക്സ് ആയിരിക്കും, ആ പാറ്റേണിനെക്കാളും വലിയ മൗൾഡിംഗ് ബോക്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി മൗൾഡിംഗ് സാൻഡ് വേണ്ടി വരും. കാരണം വലിയ മൗൾഡിംഗ് ബോക്സ് നിറഞ്ഞിരിക്കണമല്ലോ, പാറ്റേൺ തന്നെ വലുതാണ്, അത് വെച്ച് അതിനേക്കാളും വളരെ വലുതായിരിക്കും ആ മൗൾഡിംഗ് ബോക്സ്. അപ്പം അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനുള്ള മൗൾഡിംഗ് സാൻഡ് ലാർജ് ക്വാണ്ടിറ്റിയിൽ വേണ്ടി വരും. അങ്ങനെ ലാർജ് ക്വാണ്ടിറ്റിയിൽ മൗൾഡിംഗ് സാൻഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ലാഭകരമല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ മൗൾഡിംഗ് സാൻഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അഡിറ്റീവ്സും കെമിക്കൽസും ബൈൻഡേഴ്സും ഒക്കെ ആഡ് ചെയ്ത് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കഷ്ടപ്പെട്ട് മിക്സ് ചെയ്തെടുക്കുന്ന, നല്ലവണ്ണം യൂണിഫോമായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന സാൻഡാണ് മൗൾഡിംഗ് സാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയ മൗൾഡിംഗ് ബോക്സിൽ ഫില്ല് ചെയ്യണമെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി മൗൾഡിംഗ് സാൻഡ് വേണ്ടി വരും. അപ്പോൾ അത് ഒരുപാട് ലേബർ കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അത്രയും സാൻഡിന്
ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയുന്നതും മാത്രമല്ല അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മെത്തേഡാണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ലാർജ് കാസ്റ്റിംഗ് ഉണ്ടാക്കേണ്ട സമയത്ത് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഈ മൗൾഡിങ് സാൻഡിന് പ്രോപ്പർട്ടീസുള്ള വളരെ നല്ല പ്രോപ്പർട്ടീസുള്ള ഒരു സാൻഡ് സ്പെഷ്യലി പ്രിപ്പയർ ചെയ്തെടുക്കും. ആ സ്പെഷ്യലി പ്രിപ്പയർ എടുക്കുന്ന മൗൾഡിങ് സാൻഡാണ് ഫേസിങ് സാൻഡ് എന്ന് പറയുന്നത്. ഈ ഫേസിങ് സാൻഡ് എന്ന് പറയപ്പെടുന്ന ആ മൗൾഡിങ് സാൻഡിനെ ഈ പാറ്റേൺ ടച്ച് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ പാറ്റേൺ വരുന്ന ഭാഗത്ത് ഒരു 2 mm 3 mm തിക്നെസ്സിൽ ഈ സാൻഡിനെ നിറയ്ക്കും. അതായത് പാറ്റേണുമായിട്ട് ടച്ച് ചെയ്ത് വരുന്ന ഭാഗത്തുള്ള സാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഫേസിങ് സാൻഡ് ആയിരിക്കും. ആദ്യം ഈ പാറ്റേൺ മൗൾഡിങ് ബോക്സിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ ഫേസിങ് സാൻഡ് ആയിരിക്കും അതിൻ്റെ പുറത്തോട്ട് ഇടുന്നത്. അതൊരു 2-3 സെൻറ്റിമീറ്റർ തിക്നെസ്സിലായിരിക്കും ഈ ഫേസിങ് സാൻഡ് എന്ന് പറയുന്ന ആ മൗൾഡിങ് സാൻഡ് ഇടുന്നത്. അത് വളരെ ക്ലീൻ ചെയ്ത വളരെ ഹൈ പ്രോപ്പർട്ടീസ് ഉള്ള മൗൾഡിങ്ങിന് വേണ്ടി സ്പെഷ്യലി പ്രിപ്പയർ ചെയ്ത സാൻഡ് ആയിരിക്കും. അങ്ങനെ 2-3 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ ഈ ഫേസിങ് സാൻഡിനെ നിറയ്ക്കും. അതിനുശേഷം അതിൻ്റെ ബാക്കിയുള്ള സാൻഡ് എന്ന് പറഞ്ഞാൽ ബാക്കി മൗൾഡിങ് ബോക്സിൽ നിറയ്ക്കാനുള്ള സാൻഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഓർഡിനറി സാൻഡ് വല്ലതും ആയിരിക്കും. അത് മൗൾഡിങ് സാൻഡ് തന്നെ ആയിരിക്കത്തില്ല, സാധാരണ ഓർഡിനറി കോസ്റ്റ് കുറഞ്ഞ സാൻഡ് ആയിരിക്കും. അതല്ലെങ്കിൽ ആൾറെഡി യൂസ് ചെയ്ത മൗൾഡിങ് സാൻഡ് ആയിരിക്കും അതിൻ്റെ ബാക്കി ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ ഈ പാറ്റേണുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഏരിയയിൽ മാത്രം നമുക്ക് നിറയ്ക്കാനായിട്ട് 2-3 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന വളരെ ഹൈ ക്വാളിറ്റിയുള്ള സ്പെഷ്യലി പ്രിപ്പയർ ചെയ്ത മൗൾഡിങ് സാൻഡാണ് ഫേസിങ് സാൻഡ് എന്ന് പറയുന്നത്. സാൻഡ് യൂസ് ടു ഫിൽ ദി ഏരിയസ് വിച്ച് ആർ ഇൻ കോണ്ടാക്ട് വിത്ത് പാറ്റേൺ ഫോർ 2 to 3 സെൻറ്റിമീറ്റർ തിക്നെസ്. അതിനെയാണ് ഫേസിങ് സാൻഡ് എന്ന് പറയുന്നത്. ആ ഫേസിങ് സാൻഡ് വെച്ച് ഒരു 2-3 തിക്നെസ്സിൽ 2-3 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ ഫേസിങ് സാൻഡ് വെച്ച് നിറച്ചതിന് ശേഷം അപ്പോഴത്തേക്കും പിന്നെ പാറ്റേൺ കാണാൻ നോക്കത്തില്ല. പാറ്റേൺ ഈ 2-3 സെൻറ്റിമീറ്റർ തിക്നെസ് ഒരു ഫേസിങ് സാൻഡ് ഉപയോഗിച്ച് അതിലൊരു ലെയർ പോലെ ഉണ്ടാക്കും. എന്നിട്ട് ബാക്കി മൗൾഡിങ് ബോക്സ് ഫില്ല് ചെയ്യുന്ന സാധാരണ ഓർഡിനറി സാൻഡ് വെച്ചിട്ടായിരിക്കും, അതല്ലെങ്കിൽ ആൾറെഡി യൂസ് ചെയ്ത് എന്തെങ്കിലും മൗൾഡിങ് സാൻഡ് ആയിരിക്കും അതിൻ്റെ അകത്ത് നിറയ്ക്കുന്നത്. കാരണം അതിൽ പിന്നെ പാറ്റേണുമായിട്ട് ടച്ച് ചെയ്ത് വരുന്നില്ല ബാക്കി മണ്ണെന്ന് പറയുന്നത്. അതുകൊണ്ട് സാധാരണ മണ്ണ് തന്നെ നമുക്ക് നിറയ്ക്കാനൊക്കും. അത് വലിയ മൗൾഡിങ് ബോക്സ് ആയതുകൊണ്ട് സാധാ മണ്ണ് ഉണ്ടെങ്കിൽ നിറയ്ക്കാനൊക്കും. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ ഈ ഫേസിങ് സാൻഡ് സംഭവം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ റിമൈനിങ് പോർഷൻ ഓഫ് ദ മൗൾഡിങ് സാൻഡ് ഈസ് ഫിൽഡ് വിത്ത് ഓർഡിനറി സാൻഡ്. ഫേസിങ് സാൻഡ് ഹാസ് ഹൈ സ്ട്രെങ്ത് ആൻഡ് ഹൈ റീഫ്രാക്ട്നെസ്. അപ്പോൾ അത്രയും സ്ട്രെങ്ത് കൂടിയ റീഫ്രാക്ട്നെസ് ഒക്കെ കൂടിയ വളരെ സ്പെഷ്യലി പ്രിപ്പയർ ചെയ്ത മൗൾഡിങ് സാൻഡാണ് ഫേസിങ് സാൻഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു തന്നെ ഫേസിങ് സാൻഡ് എന്ന് പറഞ്ഞിട്ട് 2-3 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ പാറ്റേൺ ടച്ച് ചെയ്ത് വരുന്ന ഭാഗത്തൊക്കെ ഫില്ല് ചെയ്യാൻ വയ്ക്കുന്ന ആ ഒരു മണ്ണിനെയാണ് ഇട്ട് കൊടുക്കുന്ന മണ്ണിനെയാണ് ഫേസിങ് സാൻഡ് എന്ന് പറഞ്ഞു. ആ ഫേസിങ് സാൻഡ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കി മൗൾഡിങ് ബോക്സ് ഫില്ല് ചെയ്യാനായിട്ട് ഓർഡിനറി സാൻഡാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. ആ ഓർഡിനറി സാൻഡിനെയാണ് ബാക്കിംഗ് സാൻഡ് എന്ന് പറയുന്നത്. അതായത് ഫേസിങ് സാൻഡ് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി ആ മൗൾഡിങ് ബോക്സ് ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാൻഡ്. അത് മേ ബി വെറുതെ കിടക്കുന്ന ഓർഡിനറി സാൻഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ ആൾറെഡി ഉപയോഗിച്ച മൗൾഡിങ് സാൻഡും ആവാം. ഒരുപാട് തവണ ഉപയോഗിച്ച മൗൾഡിങ് സാൻഡ് തന്നെയായിരിക്കും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിംഗ് സാൻഡായിട്ട്. അതിന് വലിയ പ്രോപ്പർട്ടീസ് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ആ മൗൾഡിങ് ബോക്സ് ഫില്ല് ചെയ്യണം എന്ന ആ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ ആ സാൻഡിനുള്ളൂ. അപ്പോൾ അതിനെയാണ് ബാക്കിംഗ് സാൻഡ് എന്ന് പറയുന്നത്. സാൻഡ് യൂസ് ടു ബാക്കപ്പ് ദി ഫേസിങ് സാൻഡ് ഈസ് കോൾഡ് ബാക്കിംഗ് സാൻഡ്. ഇറ്റ് ഡസൻ കംസ് ഇൻ കോൺടാക്ട് വിത്ത് പാറ്റേണുമായിട്ട് ടച്ച് ചെയ്ത് വരുന്നില്ല. കാരണം പാറ്റേണുമായിട്ട് ടച്ച് ചെയ്ത് വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഫേസിങ് സാൻഡ് വെച്ച് കവർ ചെയ്തിരിക്കും, 2-3 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ കവർ ചെയ്തിരിക്കും. എന്നിട്ട് ബാക്കി പോർഷനിലായിരിക്കും ഈ ബാക്കിംഗ് സാൻഡ് വെച്ച് ഫില്ല് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ ഏജ്ഡ് സാൻഡ് വിച്ച് ഹാസ് ബീൻ യൂസ്ഡ് മെനി ടൈംസ് ആൻഡ് ഇൻ ബ്ലാക്ക് കളർ. അപ്പോൾ ഇത് ഒരുപാട് തവണ യൂസ് ചെയ്ത സാൻഡ് ആയിരിക്കും ഈ ബാക്കിംഗ് സാൻഡായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരുപക്ഷെ ഒരു കറുത്ത കളറിലായി കഴിഞ്ഞിരിക്കും, വളരെ ഡാർക്ക് കളറിലായി കഴിഞ്ഞിരിക്കും ഈ ബാക്കിംഗ് സാൻഡ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അതിനെ മേ ബി ബ്ലാക്ക് സാൻഡ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ ബ്ലാക്ക് സാൻഡ് എന്ന് വിളിക്കുന്നു എന്ന ഒരു പോയിന്റും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാൻഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് 2 സാൻഡും കൂടെ പഠിക്കാറുണ്ട്, ലോം സാൻഡും സിന്തറ്റിക് സാൻഡും. ഈ ലോം സാൻഡിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അതിൽ 50% ക്ലേ കണ്ടൻ്റ് ആയിരിക്കും. നമ്മൾ ഗ്രീൻ സാൻഡ് എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി സിലിക്ക സാൻഡ് ആണെങ്കിലും 20 to 30% ക്ലേ ആയിരിക്കും. പക്ഷേ ഈ ലോം സാൻഡ് എന്ന് പറഞ്ഞാൽ 50% ക്ലേ ആയിരിക്കും. 50% ക്ലേ, ബാക്കി 50% എന്ന് പറഞ്ഞാൽ സിലിക്ക സാൻഡ് തന്നെ ആയിരിക്കും. അങ്ങനെ 50% ക്ലേ വരുന്ന ആ സാൻഡിനെയാണ് ലോം സാൻഡ് എന്ന് പറയുന്നത്. അതിൽ വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അപ് ടു 20% വാട്ടർ കണ്ടന്റ് കാണും. അപ്പോൾ ഇത് സാധാരണ ഉപയോഗിക്കുന്നത് ഈ ഗ്രേ അയൺ എന്ന് പറയുന്ന ആ മെറ്റീരിയൽ, അത് അയണിൻ്റെ ഒരു ഫോമാണ് ഗ്രേ അയൺ എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് വലിയ കാസ്റ്റിംഗ് ഉണ്ടാക്കുന്നുവെങ്കിലാണ് ഈ ലോം സാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് 50% ക്ലേ ഉള്ള സിലിക്ക സാൻഡിനെയാണ് അത് ഈ ലോം സാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് സിന്തറ്റിക് സാൻഡ്. നമ്മൾ സാധാരണ ഈ മാസ് പ്രൊഡക്ഷനൊക്കെ ഉപയോഗിക്കുന്ന സിന്തറ്റിക് സാൻഡാണ്. കാരണം ഈ മൗൾഡിങ് സാൻഡ് എന്ന് പറയുന്ന സംഭവം ഞാൻ തന്നെ ഇവിടെ പറഞ്ഞു, ആലപ്പുഴയിലുള്ള ചില ഏരിയാസിൽ മാത്രമേ ഈ മൗൾഡിങ് സാൻഡ് കാണപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് കേരളത്തിൽ ആലപ്പുഴയിൽ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഇൻഡസ്ട്രീസുണ്ട്, കാസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ഒരുപാട് ഇൻഡസ്ട്രീസിൽ ഈ ആലപ്പുഴ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലോകത്തെ ചില ഭാഗങ്ങളിൽ മാത്രമേ ഇങ്ങനെ മൗൾഡിങ്ങിന് വേണ്ടിയുള്ള കറക്റ്റായിട്ടുള്ള സാൻഡ് നാച്ചുറലി കാണപ്പെടാറുള്ളൂ. പക്ഷേ അങ്ങനെ നാച്ചുറലി കാണപ്പെടാത്ത സ്ഥലങ്ങളിലും ഈ
കാസ്റ്റിങ്ങിൻ്റെ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടായേക്കുള്ളൂ. അപ്പം അങ്ങനത്തെ സ്ഥലത്ത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഈ മൗൾഡിങ്ങിന് വേണ്ടിയുള്ള സാൻഡ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കും. നാച്ചുറൽ സാൻഡിൽ തന്നെ കുറച്ചും കൂടെ അഡിറ്റീവ്സും കെമിക്കൽസൊക്കെ ആഡ് ചെയ്ത് ആ അഡിറ്റീവ്സിനെ ആഡ് ചെയ്യുന്ന കെമിക്കൽസിനെ ബൈൻഡേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബൈൻഡേഴ്സൊക്കെ അഡീഷണലായിട്ട് ആഡ് ചെയ്ത് നമുക്ക് ഒരു മൗൾഡിങ് സാൻഡിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെ പ്രോപ്പർട്ടീസ് വേണോ അതെല്ലാം അതിൽ ഉണ്ടാക്കിയെടുക്കും. അച്ചീവ് ചെയ്യാനായിട്ടുള്ള കെമിക്കൽസ്, ഈ പ്രോപ്പർട്ടീസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള കെമിക്കൽസും അഡിറ്റീവ്സും ബൈൻഡേഴ്സും എല്ലാം ആഡ് ചെയ്ത് മൗൾഡിങ് സാൻഡ് സ്പെഷ്യലി ഉണ്ടാക്കിയെടുക്കും. ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു മൗൾഡിങ് സാൻഡിനെ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സാൻഡിനെയാണ് സിന്തറ്റിക് സാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിന്തറ്റിക് സാൻഡ് എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള സാൻഡിൽ തന്നെ ബൈൻഡേഴ്സും കൂടെ ആഡ് ചെയ്തിരിക്കും. അവർക്ക് മൗൾഡിങ് സാൻഡിന് വേണ്ട പ്രോപ്പർട്ടീസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബൈൻഡേഴ്സും കൂടെയൊക്കെ ആഡ് ചെയ്തിരിക്കും. കറക്റ്റ് പ്രൊപ്പോർഷനിൽ ആഡ് ചെയ്ത് ഒരു മൗൾഡിങ് സാൻഡ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ആ സാൻഡിനെയാണ് സിന്തറ്റിക് സാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിന്തറ്റിക് സാൻഡിലുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാം. ഈ ബൈൻഡേഴ്സ് ആഡ് ചെയ്യുന്ന അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അതിന് ആ മൗൾഡിങ് സാൻഡിന് വേണ്ട പ്രോപ്പർട്ടീസ് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാനൊക്കും. അതുകാരണം തന്നെ അതിന് ഹൈ റീഫ്രാക്ഷൻനെസ്, ഹൈ പെർമബിലിറ്റി, ലെസ് മോയ്സ്ചർ കണ്ടൻറ്റ്, യൂണിഫോം ഗ്രെയിൻ സൈസ് എന്നൊക്കെ പ്രോപ്പർട്ടീസ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് വെക്കും. ഗ്രെയിൻ സൈസൊക്കെ യൂണിഫോം ആയിട്ടുള്ള സ്പെഷ്യലി പ്രിപ്പയർ ചെയ്യുന്ന സാൻഡാണ് ഈ സിന്തറ്റിക് സാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ മാസ് പ്രൊഡക്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം. അതപ്പോൾ മാസ് പ്രൊഡക്ഷൻ കമ്പനീസിന് വേണ്ടി മാത്രമേ ഇതൊക്കെ താങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. മാത്രമല്ല ഇത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാൻഡും ആയിരിക്കും ഈ സിന്തറ്റിക് സാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഈ മൗൾഡിങ് സാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് സിന്തറ്റിക് സാൻഡ് എന്ന് പറയുന്നത്. മറ്റതല്ല ഈ ഗ്രീൻ സാൻഡ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന സാൻഡാണ് ഗ്രീൻ സാൻഡായിട്ടൊക്കെ നമ്മൾ എടുക്കുന്നത്. അതിൽ ജസ്റ്റ് ആവശ്യമുള്ള അത്യാവശ്യം വേണ്ട കുറച്ച് അഡിറ്റീവ്സും ക്ലേ കണ്ടൻറ്റും ഒക്കെ ആഡ് ചെയ്ത് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് നമുക്ക് കാസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാനൊക്കെ. പക്ഷേ അങ്ങനത്തെ സാൻഡ് കാണപ്പെടാത്ത സ്ഥലങ്ങളിൽ ഈ മൗൾഡിങ് സാൻഡ് സ്പെഷ്യലി ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി സാധാരണയുള്ള സാൻഡിൽ ബൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സ് അല്ലെങ്കിൽ കെമിക്കൽസിനെയാണ് ബൈൻഡേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ബൈൻഡേഴ്സൊക്കെ ആഡ് ചെയ്ത് മൗൾഡിങ് സാൻഡിനുള്ള പ്രോപ്പർട്ടീസ് ഈ സാൻഡിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ആ സാൻഡിനെയാണ് സിന്തറ്റിക് സാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിന്തറ്റിക് സാൻഡാണ് മാസ് പ്രൊഡക്ഷനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിലാണ് ഗ്രീൻ സാൻഡും ഡ്രൈ സാൻഡും ഒക്കെ ഉപയോഗിക്കുന്നത്. മാസ് പ്രൊഡക്ഷനിലൊക്കെയാണ് സിന്തറ്റിക് സാൻഡ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ ലാഭകരമാകത്തുള്ളൂ. കാരണം അങ്ങനത്തെ സാൻഡ് കാണപ്പെടാത്ത സ്ഥലങ്ങളിലും കാസ്റ്റിങ്ങിനുള്ള ഇൻഡസ്ട്രീസ് നടത്തിക്കൊണ്ട് പോയാലേ ഒക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം സിന്തറ്റിക് സാൻഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാൻഡ്സ് എന്ന് പറയുന്നത്. ഇത് ഒരു 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഒരു 5-6 ടൈപ്പെങ്കിലും ഇവിടെ ഒരു 1 2 3 4 5 6 7 8 9 9 എണ്ണം കൊടുത്തിട്ടുണ്ട്. 9 എണ്ണം എഴുതണമെന്നില്ല. എന്നാലും ഒരു 5-6 എണ്ണം 10 മാർക്സിന് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 5-6 സാൻഡിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പം 2-3 പോയിൻറ്റ്സ് വെച്ച് ഞാൻ ഓരോന്നിനും ഇവിടെ സ്ലൈഡ്സിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി പോയിൻറ്റ്സ് ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കാം. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി പോർഷൻസ് പഠിക്കാം. അപ്പം താങ്ക് യു.